ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. ഇതൊരു പുതിയ സിനിമയാണ്. സുരേഷ് ഗോപിയാണ് നായകൻ. ആ സിനിമ ഒരു കോർട്ട് റൂം ഡ്രാമയാണ്. ജാനകി എന്ന പെൺകുട്ടി നേരിട്ട ഒരു പീഡനവും അതിനെ തുടർന്നുണ്ടാകുന്ന ആത്മസംഘർഷങ്ങളും ആ പെൺകുട്ടിയുടെ നേരിടുന്ന പ്രതിസന്ധികളും അതിജീവിതം നേരിടുന്ന പ്രതിസന്ധികളൊക്കെയാണ് സിനിമ പറയുന്നതെന്നാണ് അണിയറ പ്രവർത്തകർ പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. സിനിമയുടെ പേര് ഒരു പ്രശ്നമാണ്. ഈ സിനിമ ഉടനീളം ഒരു 96 സ്ഥലത്ത് ജാനകി ജാനകി എന്ന് വിളിക്കുന്നുണ്ട്. അത് രണ്ടാമത്തെ ഒരു പ്രശ്നമാണ്. ഈ പേര് വിളിയും ആണ് സെൻസില്ലാത്ത സെൻസർ ബോർഡിനെ പിടിച്ചങ്ങ് കുലുക്കിയത്. ആ കുലുക്കം വലിയ കഷ്ടമായി പോയെന്ന് ഹൈക്കോടതി നിരീക്ഷിക്കുന്നു. ജാനകി എന്ന പേര് സ്വാഭാവികമാണ്. പല ആളുകൾക്കും ജാനകി എന്ന പേരുണ്ട്. എൻ്റെ വീടിന് സമീപം തന്നെ ഒരു 4-5 സ്ത്രീകൾക്ക് ജാനകി എന്ന പേരുണ്ട്. ജാനകി എന്ന പേര് നാട്ടിൽ സുലഭമാണ്. പല ആളുകൾക്കും ജാനകി എന്ന പേരുണ്ട്. നമ്മുടെ പ്രശസ്ത ഗായികയുടെ പേര് തന്നെ ജാനകി എന്നാണ്. അപ്പോൾ ജാനകി എന്ന പേരിന് എന്തെങ്കിലും പ്രശ്നമുണ്ട്, ആ പേര് ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെ ശഠിച്ചാൽ അത് ശരിയാണ് എന്ന് വിശ്വസിച്ച് അതിന് ജയ് വിളിക്കുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്ന് പറയുമ്പോൾ അത് ഒരു തെറ്റായ സന്ദേശമാണ് നൽകുന്നത്. ഇനി സുരേഷ് ഗോപിയുടെ സിനിമയായതുകൊണ്ട് അത് പെട്ടിയിലിരിക്കുന്നത് എന്തുകൊണ്ട് നല്ലതാണ് എന്ന് ചിന്തിച്ച് പോകുന്ന ആളുകളുണ്ട്. അതൊന്നും ശരിയല്ല. എന്നാൽ മറ്റൊരു കാര്യമുണ്ട്. എമ്പുരാൻ സിനിമ നമുക്കറിയാം. എമ്പുരാൻ സിനിമ ഇറങ്ങിയപ്പോൾ സുരേഷ് ഗോപിയുടെ തള്ള് എന്തുമാത്രമായിരുന്നു. അതിൽ ആദ്യം വെട്ടാൻ പറഞ്ഞത് ഞാനാണ്, എൻ്റെ പേര് വയ്ക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് പൃഥ്വിരാജ് സുകുമാരൻ ആദ്യം വെട്ടിമാറ്റിയ പേര് നന്ദി എഴുതി കാണിക്കുമ്പോൾ സുരേഷ് ഗോപിയുടെ പേരാണ് ആദ്യം വെട്ടിമാറ്റിയത്. അതായത് സെൻസർ ബോർഡ് സുരേഷ് ഗോപിയുടെ പേര് വെട്ടിമാറ്റി സുരേഷ് ഗോപിയെ. അത് ഒരു സംഭവം. എമ്പുരാൻ സിനിമയ്ക്കെതിരെ ഇത് ഒരുപോലെ ആരോപണങ്ങളും ആക്ഷേപങ്ങളും വന്നല്ലോ. അപ്പോൾ ഒരാൾ കുന്തവും പിടിച്ച് പൊക്കി വന്നല്ലോ, മേജർ രവി എന്ന് പറഞ്ഞൊരാൾ. അയാളിപ്പോൾ എവിടെ പോയെന്നറിയില്ല. അയാൾ ഒരു ഹൈന്ദവ സംഘീവാദിയാണല്ലോ, സംഘീ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതാണ്. അപ്പോൾ അദ്ദേഹം ഈ വിഷയത്തിൽ ഇതുവരെ പ്രതികരിച്ച് കണ്ടില്ല. ജാനകി എന്ന് പറയുമ്പോൾ അയാളുടെ ഹൃദയം ചിലപ്പോൾ വ്രണിതമായി പോകും. വ്രണിതമായിട്ട് അയാൾ പറയും സുരേഷ് ഗോപിയുടെ സിനിമ തിയേറ്ററിൽ ഓടിക്കാൻ പാടില്ല, ജാനകി എന്ന പേര് ഉപയോഗിക്കുന്നത് സീതാദേവിയുടെ പേരാണ് എന്നൊക്കെ പറഞ്ഞ് അയാൾ ഇതുവരെ രംഗപ്രവേശം ചെയ്തിട്ടില്ല. അതൊരു വലിയ ആശ്വാസമായി നമുക്ക് കാണാൻ കഴിയും. കാരണം അയാൾ ഇതുവരെ വന്നില്ല. അത് സുരേഷ് ഗോപിക്കും ആശ്വസിക്കാം. പക്ഷേ സുരേഷ് ഗോപി ഒരു ആത്മപരിശോധന നടത്തേണ്ട സമയം കൂടിയാണിത്. അത് പറയാതിരിക്കാൻ നിവർത്തിയില്ല. ജാനകി എന്ന പേര്, ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമ റിലീസ് ചെയ്യണം. അതിനകത്ത് ഒരു കത്രികയും വയ്ക്കാൻ പാടില്ല. പേര് കൊണ്ടല്ല സീത എന്ന രാമായണ കഥാപാത്രത്തിലെ ആ കഥാപാത്രത്തിൻ്റെ മഹത്വം നിർണ്ണയിക്കപ്പെടുന്നത്. അതൊരു പര്യായ പദം മാത്രമാണ്. അത് വെച്ചിട്ട് ഈ സിനിമയെ നിർണ്ണയിക്കാൻ നോക്കരുത്. ഇതൊരു സിനിമ മാത്രമാണ്. സിനിമയിലെ കഥാപാത്രത്തിൻ്റെ പേരാണ് ജാനകി. ഇതേപോലെ പേര് രാമൻ്റെ പേരിൽ സിനിമ ഇറങ്ങിയിട്ടുണ്ട്. എന്തിന്? രാമായണം പോലും കഥയാണല്ലോ, ഇതിഹാസ കഥയാണല്ലോ. അതാണല്ലോ അതിൽ നിന്നാണല്ലോ രാമൻ എന്ന ദൈവം തന്നെ വരുന്നത്. അപ്പോൾ അതൊന്നും വലിയ കാര്യമല്ല. കോടതി തന്നെ ഇന്നലെ ചൂണ്ടിക്കാണിച്ചു 1-2 സിനിമകളുടെ പേര്. എന്തിന്? മലയാളത്തിൽ ജാനകി സിനിമയുണ്ട്. അതുപോലെ പല സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് രാമൻ എന്ന പേരിലും ജാനകി എന്ന പേരിലും. അതുപോലെ എത്ര കഥാപാത്രങ്ങൾ. പണ്ട് കാലത്ത് മിക്കവാറും കഥാപാത്രങ്ങളുടെ പേര് രാമൻ എന്നായിരുന്നു. രാമു അതുപോലെ ജാനകി, സീത, ഇതൊക്കെ പഴയ കഥാപാത്രങ്ങളുടെ പേരാണ്. ആളുകളുടെയും പേര് അങ്ങനെ തന്നെയാണ്. ഇന്നാണല്ലോ ചില മോഡേൺ പേരുകളൊക്കെ വരുന്നത് തന്നെ ഒരർത്ഥവുമില്ലാത്ത പേരുകൾ. മറ്റേത് അങ്ങനെയല്ല. ജനകൻ്റെ പുത്രി ജാനകിയാണെങ്കിൽ ഇപ്പോഴും അത് ജാനകി എന്നൊക്കെ പേര് വരാറുണ്ട്. അതുകൊണ്ട് ആ സിനിമയുടെ പേരുമായി ബന്ധപ്പെട്ട തർക്കങ്ങളൊക്കെ ഒരർത്ഥവുമില്ലാത്തതാണ്. കോടതി പറഞ്ഞതാണ് 100% ശരി. സെൻസർ ബോർഡിന് ഇക്കാര്യത്തിൽ യാതൊരു സെൻസുമില്ലെന്ന് 100% ഉറപ്പിച്ച് പറയുന്ന വ്യക്തി ആണ് ഞാൻ. അതിനകത്ത് ഈ സിനിമാ പ്രവർത്തകർക്കൊപ്പം നിൽക്കുന്നു. പക്ഷേ സുരേഷ് ഗോപി എന്ന് പറയുന്ന കേന്ദ്രമന്ത്രിയും BJP നേതാവുമായ ആൾ നടനെന്ന അദ്ദേഹത്തിൻ്റെ മാന്യത മാറ്റി നിർത്തി പറയുകയാണ്. അദ്ദേഹം ആത്മപരിശോധനയ്ക്ക് തയ്യാറാകേണ്ട ഒരു നിമിഷം കൂടിയാണിത്. അദ്ദേഹം എമ്പുരാൻ സിനിമ ഇറങ്ങിയപ്പോൾ നാട് നീളെ കോലുമൈക്കും പിടിച്ചു വന്ന ആളുകളോടൊക്കെ വലിയ വായിൽ ഗീർവാണം മുഴക്കിയിരുന്നു. ആന, ചേന, മാടയാണ്, കോടയാണ് എന്നൊക്കെ. ഇപ്പോൾ സ്വന്തമായൊരു സിനിമയ്ക്ക് ഇങ്ങനെ പെട്ടിക്കുള്ളിൽ ഇരിക്കേണ്ടി വരുമ്പോൾ, ഒരു തെറ്റും ചെയ്യാത്തൊരു സിനിമയ്ക്ക് പെട്ടിക്കുള്ളിൽ ഇരിക്കേണ്ടി വരുമ്പോഴുണ്ടാകുന്ന സിനിമാ പ്രവർത്തകൻ എന്നൊരു ആത്മസങ്കടമുണ്ടല്ലോ, വ്യഥയുണ്ടല്ലോ. അത് സുരേഷ് ഗോപിയും ഒന്ന് മനസ്സിലാക്കേണ്ടതാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. മറ്റൊരുത്തന് വരുമ്പോൾ അത് ഇവിടെ ആഘോഷവും, സ്വന്തമായിട്ട് വരുമ്പോൾ അയ്യോ കിയ്യോ എന്ന നിലവിളിയും അത് പാടുള്ളതല്ല. ഏതായാലും ജാനകിയിൽ വീണു പോകരുത് സിനിമാ ലോകം. അതിനുവേണ്ടി പോരാട്ടം തുടരട്ടെ. കോടതി പറഞ്ഞതുപോലെ റിപ്പോർട്ടൊക്കെ കൊണ്ട് ഹാജരാക്കിയിട്ട് സെൻസില്ലാത്ത സെൻസർ ബോർഡിന് വെളിവുണ്ടാകുന്ന തരത്തിൽ പുതിയ കോടതി വിധികൾ വരട്ടെ എന്ന് നമുക്ക് ആശിക്കാം.